ഒരൊറ്റ പ്രാർത്ഥന. ഇപ്പൊ അവിടെ പോയി നിന്നു, ജപിക്കാനൊന്നും അറിയുന്നില്ല, എനിക്ക് ഇനി മതി, മരിച്ചാ മതി എന്നാണ്. അപ്പൊ പ്രാർത്ഥിക്കെന്താ? ഒറ്റ പ്രാർത്ഥന എത്ര വയസ്സായാൽ വേണ്ടു. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹി മേ പരമേശ്വരം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ എന്താ പറഞ്ഞത്? എന്റെ ഉള്ളിൽ അങ്ങ് ഇരിക്കണമേ. അനായാസേന മരണം. ഈ വേദന സഹിച്ച് ഇങ്ങനെ കിടക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? എന്താ ഗജേന്ദ്രമോക്ഷത്തിൽ കാണിക്കണേ? അവിടെ തൂങ്ങി ഇവിടെ തൂങ്ങി മുതല കടിക്കും നമ്മളെ. ICU-ലേക്കാണ്ട് കൊണ്ട് എന്നാ മൂക്ക് കൂടെ ഒന്നങ്ങട് കയറ്റും, അല്ലെ, താഴത്ത് കൂടെ ഒന്നങ്ങട് കയറ്റും, മൂത്രം പോണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുതലകളൊക്കെ കടിച്ചു തൂങ്ങി നടക്കുമ്പോ നമ്മൾ ആർക്ക് വേണ്ടിയാണോ കഷ്ടപ്പെട്ട് നാമം ജപിക്കാതെ ജീവിച്ചത് അവരൊക്കെ ICU-ന്റെ പുറത്ത് നിൽക്കും, ഗജേന്ദ്രന്റെ ഭാര്യയെയും കുട്ടികളെയും പോലെ. അപ്പൊ പറയാ, ഭഗവാനെ, അങ്ങനെ ICU എന്ന് പറയുന്ന ഒരു ലോകം, ആ തടാകം കാണിക്കാതെ അനായാസേന മരണം. ഹേ കൃഷ്ണ, അനായാസേന. എന്താ ഇങ്ങനെ കിടത്തരുത്. ഇങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, കൃഷ്ണന്റെ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോ, സത്സംഗം കൂടുമ്പോ, രാമായണം വായിക്കുമ്പോ, അവിടെ ശ്രീ ഭഗവതിയുടെ മുന്നിൽ അങ്ങനെ തൊഴുത് നിൽക്കുമ്പോ, ആ തൊഴുത് നമസ്കരിക്കുമ്പോ, എങ്ങനെയാ ബലി മരിച്ചത്? ആ നമസ്കരിച്ച് വീണപ്പോഴല്ലേ ആദ്യത്തെ ജന്മത്തിൽ. അങ്ങനെ അങ്ങോട്ട് തീരണം. അനായാസേന മരണം. പിന്നെയോ വിനാ ദൈന്യേന ജീവനം. ഇവിടെ വന്നിരിക്കുന്നവര് ചിന്തിക്കുന്നുണ്ടാവും, എത്ര കാലാണാവോ ഇവിടെ വന്നിരുന്നത്, കേൾക്കാൻ കഴിയാ, അല്ലെ? ഇതേ സംസ്കാരമുള്ള കഴിഞ്ഞ വർഷം കേട്ട അമ്മയ്ക്ക് ഇടയ്ക്ക് കാലുവേദനയാണെങ്കിൽ വീട്ടിൽ അങ്ങനെ കട്ടിലുമ്മ കിടക്കും. അപ്പൊ വിചാരിക്കുക, വിനാ ദൈന്യേന ജീവനം. ഒന്നിനും രണ്ടിനും മറ്റൊരാളെ ആശ്രയിക്കുന്ന ഒരവസ്ഥ വരാതിരിക്കുക. ദേഹാന്തേ തവ സാന്നിധ്യം. ഈ ദേഹം അവസാനിക്കുന്ന സമയത്ത്, ആ മരണവേളയിൽ കൃഷ്ണ അങ്ങയുടെ സാന്നിധ്യം. ശ്രീരാമചന്ദ്രൻ ഇങ്ങനെയാണോ ജടായുവിനെ മരിപ്പിക്കാൻ വേണ്ടി അടുത്തു വന്നിരുന്നത്? അങ്ങനെ എന്റെ അടുത്ത് വന്നിരിക്കണേ കൃഷ്ണ. കുറൂരമ്മയുടെ അടുത്ത് വന്നിരുന്നത് പോലെ എന്റെ അടുത്ത് വന്നിരിക്കണേ ശ്രീരാമചന്ദ്ര എന്ന് പറയാണ്. ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവ. ദേഹിമേ പരമേശ്വരം. ഹേ ശ്രീ പരമേശ്വരനായ ശ്രീരാമചന്ദ്ര, ആ പരമേശ്വരനായി ദേഹി ഈ ദേഹത്തെ വിട്ടു പോകുമ്പോൾ അങ്ങ് എന്റെ ദേഹിയെ സ്വീകരിക്കണമേ.